ഒടുവിൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യ ദുബായിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ നേരിടും. അതെ, ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓൾറെഡി ഒരു മത്സരം ഇന്ത്യ ന്യൂസിലാൻഡ് തമ്മിൽ കളിച്ചതാണ്. ആ മത്സരത്തിൽ ഇന്ത്യ ഒരു വിജയം സ്വന്തമാക്കി. വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ ന്യൂസിലാൻഡിന്റെ ഒരു പ്രതികാരമാണോ അതോ ഇതുവരെയുള്ള മികച്ച ഫോം തുടർന്ന് ഒരു വമ്പൻ വിജയം ഇന്ത്യ സ്വന്തമാക്കുകയാണോ ചെയ്യുക? എന്താണ് നിങ്ങളുടെ ഒരു പ്രവചനം? ഇപ്പം ഫൈനൽ നമ്മൾ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. ഇന്നലെ ദക്ഷിണാഫ്രിക്കയെ 50 റൺസിനാണ് ന്യൂസിലാൻഡ് തോൽപ്പിച്ചത്. ഇതേ ന്യൂസിലാൻഡ് നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ 44 റൺസിന് തോൽപ്പിച്ചിരുന്നു. അപ്പം നമുക്ക് എല്ലാ ടീമുകളും പറഞ്ഞിരുന്ന ഒരു ആനുകൂല്യം ഇന്ത്യക്ക് ദുബായ് പിച്ചിലെ മത്സര പരിചയവും കാലാവസ്ഥയിൽ പൊരുത്തപ്പെട്ട് കഴിഞ്ഞ ഒരു ടീമാണെന്നാണ്. ഇപ്പം ഫൈനൽ കളിക്കാൻ വരുന്ന ന്യൂസിലാൻഡ് ഒരു കളി കളിച്ചിട്ടുണ്ട്. അപ്പം ന്യൂസിലാൻഡിനും ആ പിച്ച് എങ്ങനെയായിരിക്കുമെന്നും ഫൈനലിലെ പിച്ച് ഏതാണെങ്കിലും ആ ഗ്രൗണ്ടിൻ്റെ അന്തരീക്ഷവും കാലാവസ്ഥയൊക്കെ നമുക്ക് അറിയാം, ദുബായിയുടെ കാലാവസ്ഥയൊക്കെ അറിയാം, എല്ലാം വ്യക്തമായിട്ടുണ്ട്. അവർ ഓക്കെയാണ് ദുബായിൽ കളിക്കാൻ. ഇന്ത്യയുടെ ശക്തിയും ന്യൂസിലാൻഡ് നന്നായിട്ട് അറിയാം, ന്യൂസിലാൻഡ് ശക്തി ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ഒരു പ്രവചനാതീതമായ മത്സരമായിരിക്കും നടക്കുകയെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇന്ത്യക്ക് കൂടുതൽ മുൻതൂക്കം കിട്ടുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധികാരികമായിരുന്ന എല്ലാ ജയവും സെമിയിലതെ ഫൈനലിലേക്ക് എത്തുന്നു. അങ്ങനെ തന്നെ ന്യൂസിലാൻഡിൻ്റെ ഒട്ടും മോശമല്ല, മികച്ച ഇന്ത്യയുടെ ഒഴിച്ചു നിർത്തിയാൽ മികച്ച പ്രകടനത്തോടെയാണ് ടീം എത്തിയിരിക്കുന്നത്, ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഉൾപ്പെടായിരുമ്പോൾ. പക്ഷേ എങ്കിലും ഈ ഒരു ടീമിന് ഇന്ത്യയുടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ ഈ ഒരു ബാറ്റിംഗ് ടീമിന് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ മറികടക്കാൻ ന്യൂസിലാൻഡിൻ്റെ ഇപ്പോഴത്തെ ബാറ്റിംഗ് നിരക്ക് കഴിയുമോ എന്ന് സംശയമാണ്. തീർച്ചയായും. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. ഇതിനകം തന്നെ 4 മത്സരങ്ങൾ ഇന്ത്യ ദുബായിൽ കളിച്ചു കഴിഞ്ഞു. എല്ലാം ഒരു മികച്ച രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ന്യൂസിലാൻഡിനെയും തോൽപ്പിച്ച് പിന്നെ ഓസ്ട്രേലിയനെയും തോൽപ്പിച്ച് ഓസ്ട്രേലിയക്കെതിരെ ഒരു മികച്ച വിജയം തന്നെയാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇപ്പോൾ മറുവശത്ത് ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡ് തമ്മിൽ സെമി ഫൈനൽ മത്സരം നടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ദക്ഷിണാഫ്രിക്ക ദുബായിൽ ഇതുവരെ കളിച്ചിട്ടില്ല ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ. അതേസമയം ന്യൂസിലാൻഡ് കളിച്ചു. ഒരു മത്സരത്തിൽ കൃത്യമായി അവർക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു. ആ മിസ്റ്റേക്കുകളിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ഒരു മത്സരം അവിടെ കളിച്ച ടീമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിനേക്കാളും കുറച്ചും കൂടി ഇന്ത്യക്ക് ദുഷ്കരം ന്യൂസിലാൻഡിനെ നേരിടാൻ വേണ്ടിയല്ലേ? ഒട്ടും ഇന്ത്യക്ക് എളുപ്പമായിരിക്കില്ല. നമ്മൾ ആദ്യം കളിച്ച ബംഗ്ലാദേശിനോടും പാകിസ്ഥാനും കളിച്ച പോലെ ആയിരുന്നില്ല ന്യൂസിലാൻഡിനോട് കളിച്ചത്. എളുപ്പമായിരുന്നില്ല മത്സരം. നമുക്കറിയാം, വരുൺ ചക്രവർത്തി 5 വിക്കറ്റോടെ ഒരു പുതിയ സ്പിന്നർ വന്നിട്ട് കിവീസിനെ എറിഞ്ഞിട്ടതല്ലാതെ നോക്കിയാൽ അത്ര എളുപ്പമായിരുന്നു. തുല്യ ശക്തിയുടെ പോരാട്ടമായിരുന്നു നടന്നത്. ഓസ്ട്രേലിയക്കെതിരെ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. മികച്ചൊരു പോരാട്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ വരുമ്പോൾ ദക്ഷിണാഫ്രിക്ക വന്നെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഈ വരുൺ ചക്രവർത്തി ഉൾപ്പെടെയുള്ള ഈ ദുബായിലെ പിച്ചിലെ സ്പിന്നറെ നേരിടാനും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ എറിഞ്ഞിടാനും കുറച്ച് വിഷമമായിരിക്കും ഒരു ഫസ്റ്റത്തെ മത്സരം കളിക്കാൻ വരുമ്പം. ന്യൂസിലാൻഡിൻ്റെ അവസ്ഥ അതല്ല. ന്യൂസിലാൻഡിൻ്റെ പരിചയമുണ്ട്. ഈ പറഞ്ഞാൽ തന്നെ ഇന്ത്യൻ ടീമിനെയും ഈ പിച്ചിനെയും പരിചയമുണ്ട്. അപ്പം കഴിഞ്ഞ മത്സരത്തിൽ 44 റൺസിനാണ് തോറ്റത്. അന്ന് പറ്റിയ പിഴവ് എന്തൊക്കെയാണ്? ചക്രവർത്തി റീഡിയെ മറിയ ഒരു തെറ്റാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സംഭവിച്ചത്, നിസ്സംശയം പറയാമല്ലോ. അപ്പം അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളായിരിക്കും അവരിപ്പം ഈ വരുന്ന 3 ദിവസം കൊണ്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാതിരിക്കും വയ്യ. ബുദ്ധിമുട്ടായിരിക്കും പറയുന്നുള്ളൂ, എളുപ്പമായിരിക്കില്ല ജയം. ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു ICC ടൂർണമെൻറ്റ് ഫൈനൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു കട്ട മത്സരം, ഒരു ബലാബലം കട്ട മത്സരം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത് അതുണ്ടാവും, അതുറപ്പാണ്. പക്ഷേ ഇന്ത്യക്ക് ഈ പറഞ്ഞാൽ തന്നെ ചക്രവർത്തി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഇപ്പോൾ ഒരു മത്സരത്തിൽ അവർ നമ്മളെ മനസ്സിലാക്കിയെന്നും അല്ലെങ്കിൽ നമുക്ക് അവരെ തീർക്കാൻ പറ്റിയത് ഇനി ആവില്ല എന്നുള്ളതല്ലോ. മികച്ച പ്രകടനം എടുത്താൽ നമ്മുടെ താരങ്ങൾക്കെല്ലാം കഴിയും. അന്ന് കുൽദീപിനും വിക്കറ്റ് ഇട്ടായിരുന്നു. ബാറ്റിംഗ് നിര അന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റിയ ന്യൂസിലാൻഡോട് ബാറ്റിംഗ് നിരക്ക് അധികം തിളങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പ് ഓർഡറാണ്. അതെ, ഒരു ഭേദപ്പെട്ട സ്കോർ മാത്രമേ ഇവിടെ നേടാൻ പറ്റിയുള്ളൂ എന്നുള്ളതാണ്. ഗില്ലിനും രോഹിത്തിനും വിരാടിനും വലിയ സ്കോർ നേടാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അപ്പം അവർ കൂടി ഫോമിലേക്ക് എത്തിയാൽ ഒരു മികച്ച ടോട്ടൽ ഉയർത്താൻ വേണ്ടി പറ്റും. അന്ന് ശ്രേയസ് അയ്യർ ടോപ്പ് സ്കോറർ, പിന്നെ അക്ഷർ പട്ടേലും ഹർദിക് പാണ്ഡ്യയായിരുന്നു 42-45 എടുത്തു വന്നത്. അപ്പം അതിനോടൊപ്പം അവർ മികച്ച ഫോമിൽ തന്നെ നമുക്ക് ടീമിനുണ്ട്. അതിനോടൊപ്പം ഹർദിക് പാണ്ഡ്യയും നമ്മൾ പറഞ്ഞ ഗില്ലും രോഹിത്തും മിന്നുന്ന ഫോമിലുള്ള കോഹ്ലിയും കൂടെ ചേരുമ്പോഴേക്ക് ഇന്ത്യക്ക് ഫൈനലിൽ കുറച്ചുകൂടി നല്ല റൺ എടുക്കാൻ പറ്റും. അവിടെ നമുക്കറിയാം ഹെൻറിയാണ് 5 വിക്കറ്റ് എടുത്തത്. അതും അദ്ദേഹത്തിന് നേരിടാൻ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ താരങ്ങൾക്കും പറ്റിയേക്കും. നമ്മൾ അന്ന് പറ്റിയത് എന്താണെന്ന് നമ്മുടെ ബാറ്റ്സ്മാർക്കും ഇത് ന്യൂസിലാൻഡ് മാത്രമല്ലല്ലോ പഠിക്കുന്നത്, നമ്മളെ താരങ്ങളും ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന് വേണ്ടി തന്നെയായിരിക്കും. അപ്പം നമുക്ക് ടൈമുണ്ട്, വിശ്രമിക്കാൻ ടൈം ഉണ്ടായിരുന്നു, പരിശീലനത്തിന് ടൈമുണ്ട്. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ഈ ടീമിനെ, ഈ സ്ക്വാഡിനെ കൃത്യമായി പഠിച്ച് തന്നെ ഫൈനലിലേക്ക് ഇറങ്ങാൻ പറ്റും. തീർച്ചയായും നമുക്ക് നല്ല വിജയിച്ച് തന്നെ നേടാൻ പറ്റും. മറ്റൊരു കാര്യം ഇന്ത്യയുടെ ടീമാണ്. ഇന്ത്യയുടെ ടീം നമുക്കറിയാം, ഇപ്പോൾ ഹർഷിത് റാണയ്ക്ക് പകരം വരുൺ ചക്രവർത്തി ഇറക്കിയ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിലാണ് ഇന്ത്യ ആദ്യമായി വരുൺ ചക്രവർത്തി ഇറക്കുന്നത്. വരുൺ ചക്രവർത്തി ആ മത്സരത്തിൽ 5 വിക്കറ്റ് വീഴ്ത്തി. രണ്ടാമത് ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ നിർണായകമായ ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് വീഴ്ത്തി. എനിക്ക് തോന്നുന്നത് ഈ ഒരു 2 മത്സരങ്ങൾ കൊണ്ട് തന്നെ ഏകദിന ബോളിംഗ് റാങ്കിൽ 143 സ്ഥാനങ്ങളാണ് വരുൺ ചക്രവർത്തി മെച്ചപ്പെടുത്തിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതേ ടീമിനെ തന്നെ ഇന്ത്യ കളിപ്പിക്കാനാണോ സാധ്യത? അതായത്
അതായത് 4 സ്പിന്നർമാരും 2 പേസർമാരുമായിട്ട് തന്നെ കളിപ്പിക്കാനാണോ സാധ്യത? തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ദുബായിലെ പിച്ച് സ്പിന്നിനെ തുടങ്ങുന്ന പിച്ച്. ഇപ്പൊ ഓസ്ട്രേലിയക്കെതിരെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വീണ്ടും ഒരു സ്പിന്നിനേക്കാൾ ഇപ്പൊ ഷമി 3 വിക്കറ്റുകൾ വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാളെ ന്യൂസിലൻഡ് അറിയാം, ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡ് ഹെൻറിയാണ് 5 വിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പക്ഷേ എനിക്ക് നിലവിലെ ടീമിൽ വലിയ മാറ്റത്തിന് വരുൺ ചക്രവർത്തി ആദ്യമായിട്ട് കളിച്ചത് ഈ ചാമ്പ്യൻഷിപ്പിൽ കളിച്ചത് ന്യൂസിലൻഡിനെതിരാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ടീമിനെ തന്നെ ചക്രവർത്തിയെ മാറ്റി നിർത്താൻ വേണ്ടി സാധ്യതയില്ല. പിന്നെ നമുക്ക് സംശയിക്കേണ്ടത് കുൽദീപ് യാദവിനെയാണ്. പക്ഷേ കുൽദീപിനെ പോലെ മിസ്റ്ററി സ്പിന്നറെ രോഹിത് സ്ക്വാഡിൽ നിന്ന് പുറത്തിരുന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ ടീം പിന്നെ 3 ബോളർമാരിൽ എന്ന് പറയുമ്പോൾ ഹാർദിക് പാണ്ഡ്യയാണ് പേസിലേക്ക് വരുന്നത്, പിന്നെ അക്ഷർ പട്ടേലും ജഡേജ വരുന്നത്. ഇവർ 3 ബാറ്റ്സ്മാൻ കൂടിയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ കരുത്തരാക്കുന്നത്. ഇവരും ഈ 3 പേരും കൂടെ കൂടുമ്പോഴാണ് 8 പേരടക്കുന്ന ഒരു ബാറ്റിംഗ് നിര വരുന്നത്. പിന്നെ വരുന്നതാണ് കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ഷമിയും. ഷമിക്ക് പകരം അർഷ്ദീപ് വരുന്ന ഒരു സാഹചര്യം ഇനിയിപ്പോൾ അവസാന മത്സരത്തിൽ ഉണ്ടോ എന്നറിയില്ല. കാരണം ദുബായിലെ പിച്ചിലും പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞ തന്നെ വിക്കറ്റ് എടുത്ത് ഷമി പിന്നെ ഫോമിലാണെന്നും ദുബായിലെ പിച്ചിൽ സ്പിന്നിന് നടക്കുന്ന പിച്ചിൽ തന്നെ തൻ്റെ കഴിവ് പുറത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഷമിയെ മാറ്റി നിർത്തുന്നു തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചക്രവർത്തിയെ എന്തായാലും സ്ക്വാഡൊന്നും മാറ്റി നിർത്തില്ല റാണയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഇത് തന്നെ ആയിരിക്കും 2 പേസർമാർ ഷമിക്കൊപ്പം ഹർദിക്കും പിന്നെ സ്പെല്ല് ഓപ്പണിങ് ബോൾ ചെയ്ത് തുടങ്ങും. വീണ്ടും പിന്നെ വരുമ്പോഴേക്ക് ഹർദിക്കും അല്ല നമുക്ക് വരുമ്പോഴേക്ക് വരുൺ ചക്രവർത്തി അക്ഷറായിരിക്കും ബോൾ എടുക്കുന്നത്. അപ്പോൾ ആ ടീമിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും മാറ്റി നിർത്തുമെന്ന് പറയുമ്പോൾ അത് നല്ല വീക്കായിരിക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല സെറ്റ് ടീമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒളിപ്പിച്ച് വജ്രകമ്പലെന്ന് പുറത്തെടുത്ത് കളിക്കാൻ അങ്ങനെ വല്ല കരുതി വെച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. കോച്ചും നായകനും കൂടിയിട്ട് വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ വെച്ച് നോക്കുമ്പോൾ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഈ സ്ക്വാഡ് മതി ഈ കിവീസിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യയുടെ ടീമിന്റെ കാര്യമാണ്. ഇന്ത്യയുടെ ടീമിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അതിന്റെ ബാറ്റിംഗ് ഡെപ്തും അതുപോലെ തന്നെ സ്പിൻ അറ്റാക്കുമാണ്. ഇപ്പോൾ ബുംറയുടെ ഒരു അഭാവം ഇതുവരെ ടീമിനെ അങ്ങനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ദുബായിലെ സ്പിൻ പിച്ചിൽ ഇന്ത്യക്ക് മികച്ച രീതിയിൽ പന്തെറിയാൻ പറ്റുന്ന ഇപ്പോൾ വരുൺ ചക്രവർത്തി അവസാന 2 മത്സരങ്ങൾ കളിച്ചിട്ട് അദ്ദേഹം മികച്ച ഫോമിൽ കളിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കൊരു ആധിപത്യം ന്യൂസിലാൻഡിന് മേലുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ മറുവശത്ത് ന്യൂസിലാൻഡിന്റെ ശക്തി കൂടി നമ്മൾ കാണേണ്ടതില്ല. ഇപ്പോൾ ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് നിരയെ ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ അവർ ഇതായെങ്കിൽ പോലും മറ്റുള്ള മത്സരങ്ങളിൽ ഇത് പറയുമ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ലാഹോർ അല്ല ദുബായ് എന്ന് പറയേണ്ടി വരുമോ? അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം അവർ കഴിഞ്ഞ വർഷം 360 മുകളിൽ റൺ എടുത്തിട്ടുണ്ട്. ഇപ്പം പറയുമ്പോഴെല്ലാം ഇന്ത്യ ഇതുവരെ 300 കടന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ചില കമന്റുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ട പിച്ച് ദുബായിലെ പിച്ച് ബാറ്റിംഗ് ദുഷ്കരമായ ഒരു പിച്ചാണ്. അവിടെ ഒരു 250 ആവറേജ് നല്ലൊരു ജയിക്കാനുള്ള പൊരുതാവുന്ന സ്കോർ തന്നെയാണ് 250 വരുന്നത്. അപ്പം അവിടത്തേക്കാണ് വരുമ്പോഴേക്ക് ഈ ലാഹോറിലെ റണ്ണെടുക്കുന്ന പിച്ചുകളിൽ ഇത് വെച്ച് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പം കിവീസ് ദക്ഷിണാഫ്രിക്കയോട് നല്ല ബോളിംഗ് നിരയിലുള്ള ദക്ഷിണാഫ്രിക്കയോട് ലാഹോറിൽ 300 മുകളിൽ റൺ നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൂടി അത് ഇവിടെ നടക്കില്ല എന്ന് നമ്മൾ സംശയം പറയേണ്ടി വരും. പക്ഷേ ഇനിയിപ്പം പറ്റുമെങ്കിൽ തന്നെ ഈ ഒരു പിച്ചിൽ അവസാന മത്സരത്തിലെടുക്കുന്ന പിച്ചിൽ ന്യൂസിലാൻഡിന് 300 മുകളിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ ഇന്ത്യക്ക് അത് നിഷ്പ്രയാസം പറ്റുന്നേ പറയേണ്ടി വരും. കാരണം ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അത്രയും ഡെപ്താണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ഈ സെമിക്ക് തൊട്ട് മുമ്പ് ഇന്ത്യയോട് പൊട്ടിയെങ്കിൽ തോറ്റെങ്കിലും ന്യൂസിലാൻഡിന്റെ ആത്മവിശ്വാസം നൽകുന്നത് നമ്മുടെ കെയ്ൻ വില്യംസന്റെ തിരിച്ചുവരവാണ് ഇന്ത്യക്കെതിരെ മത്സരത്തിൽ. അതെ, അതാണ് ഞാൻ പറയുന്നത്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഓർഡർ ന്യൂസിലാൻഡിന് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ രജിനാണെങ്കിലും നല്ല ഫോമിലാണ്, വില്യങ് മികച്ച ഫോമിലാണ്, കെയ്ൻ വില്യംസൺ ഫോമിലെത്തി സെഞ്ചുറി കയറി കഴിഞ്ഞ മത്സരത്തിൽ. അപ്പൊ നമുക്കറിയാം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാഹോറിലാണ് കെയ്ൻ വില്യംസൺ സെഞ്ചുറി നേടി എന്ന് പറയുമെങ്കിൽ പോലും തൊട്ട് മുന്നത്തെ മത്സരങ്ങളിൽ ദുബായിലും അദ്ദേഹം ഫോമിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ തീർച്ചയായും നമ്മൾ എടുത്ത് പറയേണ്ടത് നമ്മൾ ഇന്ത്യ മറികടക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിന്റെ ഫീൽഡിങ്ങിനെയാണ്. അതൊരു വല്ലാത്തൊരു ശക്തി തന്നെയാണ്. അതെ, ഗ്ലെൻ ഫിലിപ്സിന്റെ ആ ഒരു നമുക്കറിയാം വിരാട് കോഹ്ലിയുടെ ആ ക്യാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ക്യാച്ചുകളാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രം അദ്ദേഹം ഇതുപോലെ സമാനമായ രീതിയിൽ എടുത്തിട്ടുള്ളത്. അത് ഇന്ത്യക്കൊരു തിരിച്ചടിയാകില്ലേ? കാരണം ഇപ്പോൾ ഇത് ക്യാച്ചിന്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിംഗിളുകളൊക്കെ തടയാനും റൺസ് സേവ് ചെയ്യാനൊക്കെ ഒരുപാട് കഴിയുന്ന ഒരു ടീമും കൂടിയാണ് ന്യൂസിലാൻഡ്. ഇപ്പോൾ ഒരു 20-30 റൺസൊക്കെ ഫീൽഡർമാർ തന്നെ സേവ് ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ല. അതൊരു തിരിച്ചടിയാകും ഇന്ത്യക്ക്. അത് നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ സൈഫ് പറഞ്ഞത്. കാരണം മറ്റു ടീമുകളോട് കളിക്കുമ്പോൾ ലെവൽ തന്നെ അല്ല ഈ ന്യൂസിലാൻഡ് പോലത്തെ ഒരു ടീം ഇപ്പം ഈ ഫീൽഡിംഗ് ഇത്രയും സെറ്റായ ഒരു ടീം വരുമ്പം കാണേണ്ടത്. ഫിലിപ്സിന്റെ ആ ക്യാച്ച് കോഹ്ലി നല്ല ഫോമിലായിരുന്നു. ന്യൂസിലാൻഡിലൂടെ 11 റൺ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ അവിടെ നോക്കുമ്പം ആ ഒരു ക്യാച്ചിന് ഔട്ടായി സ്കോർ ബോർഡ് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ മത്സരം കണ്ടവർക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത്. കോഹ്ലി ഔട്ടായി പോകുമ്പോഴും വിശ്വസിച്ചില്ല. പിന്നെ ജഡേജ നമ്മൾ അറിയേണ്ട കൂടുതൽ കാണിച്ചു കൊടുക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
അത് അത്രയും അവിശ്വസനീയമായ ഒരു ക്യാച്ചാണ് അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ വില്യംസണും ഇവരുടെ ഈ ഫീൽഡിംഗ് നിര പറഞ്ഞാൽ സൈഫ് പറഞ്ഞാൽ തന്നെയാണ് വളരെ ശരിയായിരുന്നു. 30 റൺസിന് മുകളിലെങ്കിലും അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. കോഹ്ലി കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം ഓസ്ട്രേലിയയുടെ കോഹ്ലിയും ശ്രേയസ് അയ്യരും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് സിംഗിൾസ് എടുത്തിട്ടാണ് ഇന്നിങ്സ് ബിൽഡ് ചെയ്തത്. അതിൽ വലിയൊരു ഘടകം ഇവിടെ മറികടക്കേണ്ടി വരും. പക്ഷേ അത് പ്രശ്നമല്ല, അത് നമുക്കറിയാം. ഈ ഇതേ ഫീൽഡിംഗ് നിരയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ചില ചോർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫീൽഡിങ്ങിൽ. പക്ഷേ ഇന്ത്യൻ ടീം ശ്രേയസ് അയ്യരൊക്കെ ഇപ്പം നല്ല ഫോമിലാണ്. കോഹ്ലിയും താരങ്ങളും വരുന്നുണ്ട്, ജഡേജയുണ്ട്, നല്ല ഫീൽഡിംഗ് നിരയാണ്. അയ്യർ ഇപ്പം ഫീൽഡിങ്ങിൽ ഒരു പിന്നെ ഫീൽഡിംഗ് ഏറ്റവും കൂടുതൽ ഒരു നല്ല ത്രോ ഡയറക്റ്റ് ത്രോ, തീർച്ചയായും ഒരു മികച്ച ഒരു ഫീൽഡറായിട്ട് ശ്രേയസ് അയ്യർ ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പ് തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഉണ്ട്. അപ്പം നമുക്കും ആശങ്കയൊന്നുമില്ല, അതുപോലെ തന്നെ റൺ സേവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞപ്പോൾ വായിക്കേണ്ടത് ന്യൂസിലാൻഡിൻ്റെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വില്യംസൺ ഈ ദുബായിലെ പിച്ചിൽ ഫോമിലേക്ക് വന്നതാണ്. ഈ വില്യംസൺ ആദ്യത്തെ 2 മത്സരങ്ങളൊന്നും തിളങ്ങിയിരുന്നില്ല. പക്ഷേ കെയിൻ വില്യംസന്റെ പ്രത്യേകത തന്നെ ഇതാണ്, നിർണായക മത്സരത്തിൽ നിർണായക ടീമുകളോടും അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കും. ന്യൂസിലാൻഡും ഇന്ത്യയും നമ്മുടെ മത്സരത്തിന് മുന്നേ നമ്മളിത് പറഞ്ഞിരുന്നു, വില്യംസൺ തിളങ്ങാൻ പോകുന്ന മത്സരം ഇതായിരിക്കുമെന്ന്. അത് അദ്ദേഹം അങ്ങനെ തന്നെയാണ് തിരിച്ചു വന്നത്. ആ ഫോമിലേക്ക് എത്തിയത്, ഇന്ത്യക്കെതിരെയാണ് ഫോമിലേക്ക് എത്തിയത്. അതിൻ്റെ ബാക്കിയാണ് ലാഹോറിൽ ഇന്നലെ സെഞ്ചുറി അടിച്ചത് അദ്ദേഹം കാണിച്ചത്. അപ്പം ആ പ്രകടനം അദ്ദേഹത്തിന് ആവർത്തിക്കാൻ വേണ്ടി ഇവിടെ കഴിയും. ഈ പിച്ചിൽ അദ്ദേഹത്തിന് വില്യംസനെ പോലുള്ള ഒരു പ്രതിഭയ്ക്ക് ഒട്ടും ദുഷ്കരമായിരിക്കില്ല. കോഹ്ലി കഴിഞ്ഞ പ്രാവശ്യം അടിച്ച പോലെ തന്നെ ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചുകളിൽ പിന്നെ അസാമാന്യ പ്രകടനം പുറത്തെടുക്കുന്നവരാണ് ഈ പ്രതിഭകൾ, വില്യംസണും നമ്മുടെ കോഹ്ലിയും പോലുള്ള താരങ്ങൾ. അപ്പം അതിനെ മറികടക്കുന്ന കടമ്പ ഇന്ത്യൻ ബൗളർമാരെ കാണേണ്ടതുണ്ട്. തീർച്ചയായും. ഇപ്പം നമ്മൾ ഇന്ത്യ സെമി ഫൈനലിൽ ഓസ്ട്രേലിയനെതിരെയുള്ള ഒരു മത്സരം, ആ മത്സരം അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഇപ്പോൾ കളിക്കുന്ന ക്രിക്കറ്റും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയേക്കാൾ കൂടുതലൊരു ശക്തമായ ഒരു ടീമല്ലേ ന്യൂസിലാൻഡ് എന്ന്. അത് നമുക്ക് ഇപ്പോൾ നമ്മളെപ്പോഴും ഓസ്ട്രേലിയയുടെ കാര്യം പറയുമ്പോൾ നോക്കൌട്ട് സ്റ്റേജുകളിലുള്ള അവരുടെ ഒരു മികച്ച പ്രകടനവും അവരെ തള്ളിക്കളയാൻ ICC ഇവന്റുകളിലൊന്നും അവരെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേസമയം ഇന്ത്യക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഓസ്ട്രേലിയക്കെതിരെ ജയിക്കാൻ കഴിഞ്ഞു. നമ്മൾ ഈ ഓസീസിനെ നമ്മൾ തോൽപ്പിക്കുന്നു പറഞ്ഞിരുന്നു. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, കാരണം അവരുടെ ഇപ്പോഴത്തെ ടീം പ്രധാന താരങ്ങൾ വിട്ടു നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മത്സരത്തിന് മുമ്പ് തന്നെ. അപ്പോൾ ആ ടീമിനെ മറികടക്കുക ഇന്ത്യക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. നമുക്ക് മത്സരത്തിന് മുമ്പ് തന്നെ അറിയാം, പിന്നെ നമ്മൾ അറിയാമെന്നല്ല നമ്മൾ പ്രവചിച്ചിരുന്നു. കാരണം നമുക്ക് പ്രൊഡിക്റ്റ് ആയിരുന്നു ഈ ടീം എങ്ങനെയാണ്, ഈ വലിയൊരു നിരയല്ലാത്ത ടീമാണ് വരുന്നത്. പുതുമുഖ താരങ്ങളുണ്ട്, പക്ഷേ ഒക്കെയാണ് നല്ല പ്രതിഭ താരങ്ങളുണ്ട്. പക്ഷേ ഈ ഇന്ത്യൻ ടീമിന് അതൊരു വെല്ലുവിളി ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ന്യൂസിലാൻഡ് അങ്ങനെ ആയിരിക്കില്ല. കഴിഞ്ഞ മത്സരത്തിന് എനിക്ക് 44 റൺസിന് 44 എനിക്ക് തോന്നുന്നത് അവരെ തോൽപ്പിച്ചിരുന്നെങ്കിൽ കൂടി ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി ടൈറ്റ് ആവും. അല്ല, ആ മത്സരം വരുൺ ചക്രവർത്തിയുടെ ഒരു പെർഫോമൻസ് പ്രകടനം എടുത്ത് പറയേണ്ടതാണ്. മാത്രമല്ല ഒരു പുതിയ താരം പെട്ടെന്ന് എത്തുന്നു, അത് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് രോഹിത് ശർമ്മ എടുത്ത് പറയുന്നുണ്ട്, വരുൺ ചക്രവർത്തി മികച്ച ഫോമിലുള്ള ഒരു ദിവസം അദ്ദേഹത്തിന്റെ പന്തുകൾ എങ്ങനെയാണ് വരുന്നത് എന്ന് റീഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഒരു മത്സരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല വരുൺ ചക്രവർത്തി. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇംഗ്ലണ്ടിനെതിരെ പരമ്പരകൾ നമ്മൾ കണ്ടതാണ്. T20 പരമ്പരയിലും ഓസ്ട്രേലിയക്കെതിരെയാണെങ്കിൽ ഹെഡിന്റെ വിക്കറ്റ് എടുത്തിട്ട് ഒരു നിർണായക വിക്കറ്റാണ് വീഴ്ത്തിയത്. ചക്രവർത്തി നമുക്ക് പ്രതീക്ഷിക്കാം. ചക്രവർത്തി മികച്ച രീതിയിൽ 12 വിക്കറ്റുകൾ വീഴ്ത്തും. ഷമിയും പിന്നെ അക്സറും ജഡേജയും നമ്മുടെ ഹർദിക്കും കൂടി ഇതിനെ റണ്ണൊഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും ഇന്ത്യക്ക്. അതിൽ കുൽദീപ് യാദവിനും അങ്ങനെ തന്നെയാണ്, വിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുന്നതാണ്. ചിലപ്പോൾ നാളെ കുൽദീപിന്റെ ദിവസമായിരിക്കാം ഫൈനലിന്റെ. അപ്പം അത് നമുക്ക് വലിയ ആശങ്കയില്ല. ഈ ന്യൂസിലാൻഡിന്റെ വില്യങ്ങിനെ പോലെ താരങ്ങൾ വരുന്നതും രച്ചിൻ രവീന്ദ്രനെ പോലുള്ള ഒരു പിന്നെ എടുക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. എല്ലാം പ്രതിഭകൾ, ഒരുപറ്റം പ്രതിഭകൾ ന്യൂസിലാൻഡിലുണ്ട്. വലിയ സ്കോർ നേടാനും കഴിയുന്ന ടീമാണ്. പക്ഷേ ദുബായിലെ പിച്ചിലേക്ക് വരുമ്പം അവരെ പിടിച്ചിട്ടാൻ ഇന്ത്യക്ക് പറ്റും. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 മത്സരത്തിലെ ഫോമിൽ അല്ലെങ്കിൽ കൂടി ഗില്ലിൻ്റെ പ്രകടനം എന്താ, അതിന് മുന്നിലുള്ള മത്സരങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ 4 മത്സരങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. കോഹ്ലിയുടെ പിന്നെ നോക്കൌട്ട് മത്സരങ്ങളിൽ വരുന്ന വിരാട് കോഹ്ലി എങ്ങനെയായിരുന്നു, കഴിഞ്ഞ 13 നോക്കൌട്ട് മത്സരങ്ങളിൽ 530 റൺ എടുത്ത കോഹ്ലി, അതിൽ 4 സെഞ്ചുറിയും 4 അർദ്ധ സെഞ്ചുറി ഒരു സെഞ്ചുറി ഉൾപ്പെടെയാണ് ഈ നോക്കൌട്ടുള്ള ICC മത്സരങ്ങൾ വരുന്നത്. അപ്പം ഇതുപോലെ ഈ നിർണായക മത്സരങ്ങൾ തിളങ്ങുന്ന ഒരുപറ്റം താരങ്ങൾ ഇന്ത്യക്കും ഉണ്ട്. പിന്നെ നമ്മൾ ഈ അധികമൊന്നും പറയാതെ പുകഴ്ത്താതെ പോകുന്ന ശ്രേയസ് അയ്യറിനെ കുറിച്ച്, ആ ഒരു പ്രതിഭ, അത് ഈ നമ്മൾ പറഞ്ഞ PR പാകിസ്ഥാനെതിരെ പറയുമ്പോൾ PR എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ലാതെ സ്വന്തം പ്രതിഭ കൊണ്ട് ടീമിന് പുറത്താക്കപ്പെട്ട ഒരു താരം ചാമ്പ്യൻസ് ട്രോഫിയിൽ നമുക്ക് വീണ്ടും ആ വാതിൽ തള്ളി തുറന്നു വരുന്നു. അവിടെ നിന്ന് ഈ ഇംഗ്ലണ്ടിനെതിരെ പരമ്പരയിലായാലും ഇതിലായാലും ഒരു അസാമാന്യ പ്രകടനം പുറത്തെടുക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം പുകഴ്ത്തുന്നുണ്ടെന്നും എത്രത്തോളം പ്രകടനം കാണുന്നുണ്ടെന്നും നമുക്കറിയില്ല. കോഹ്ലിയുടെയോ മറ്റൊരു മത്സരം പ്രകടനം വരുമ്പോൾ നമ്മൾ ഇയാളെ സൈഡ് മാറ്റി നിർത്തപ്പെടുകയാണ്. പക്ഷേ ആ പ്രതിഭ കഴിഞ്ഞ ലോകകപ്പിൽ പിന്നെ ഓസ്ട്രേലിയയുടെ ഫൈനലിൽ ഇന്ത്യ തോറ്റത് പിന്നെ ഒരു കമൻറ്റ് പോസ്റ്റ് കണ്ടിയാണ്. അത് ശ്രേയസ് അയ്യർ നേരത്തെ പുറത്തായതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായെന്ന് കരുതപ്പെടുന്നത്. അത് തന്നെയാണ്, ശ്രേയസ് അയ്യറിനെ പോലെ താരം ക്രീസിലുണ്ടെങ്കിൽ അദ്ദേഹം റണ്ണ് ഉയർത്താനും പറ്റും. കഴിഞ്ഞ മത്സരം ന്യൂസിലാൻഡിനെതിരെ ടോപ്പ് സ്കോറായ പോലെ തന്നെ നിർണായക ഘട്ടത്തിൽ പ്രകടനം പുറത്തെടുക്കാൻ പറ്റും. ഫീൽഡിംഗ് നമ്മൾ ഈ പറഞ്ഞ ഗ്ലെൻ ഫിലിപ്സിനെയും കെയ്ൻ വില്യംസിനെയും പോലെ ഫീൽഡിംഗിലും നിർണായക വിക്കറ്റുകൾ എടുക്കാൻ വേണ്ടി, പിന്നെ ക്യാച്ചുകളായാലും റണ്ണൗട്ടുകൾ ഉണ്ടാക്കാനും പറ്റും, റണ്ണുകൾ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെ ഒരു 1-2 താരങ്ങൾ ഒതുക്കാണ്ട് ഒരു പറ്റം താരങ്ങളല്ല, ഈ 11 പേരും ടീമിന് സംഭാവന ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല.
ഏത് സ്കോർ എടുക്കാൻ നമുക്ക് പറ്റും, ഏത് ചെറിയ റണ്ണിൽ നമുക്ക് ചുരുട്ടിക്കെട്ടാനും പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായും ഇപ്പോൾ നമ്മളൊന്നുകൂടി എടുത്തു പറയും, ലാഹോറിലെ ഒരു ഗ്രൗണ്ടിലല്ല മത്സരം നടക്കുന്നത്, ദുബായിലാണ് എന്നുള്ളതാണ്. ആ ഒരു അവസരത്തിൽ ഇന്ത്യക്ക് ഒരു മുൻതൂക്കം അവിടെ ഉണ്ട്. ഇത്രയും മത്സരങ്ങൾ കളിച്ച പരിചയം, സാഹചര്യങ്ങൾക്ക് ഇണങ്ങിയതൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു മികച്ച മത്സരം കാണാനാവുകയും അതുപോലെ തന്നെ ഇന്ത്യ ആ മത്സരം വിജയിക്കുകയും ICC ചാമ്പ്യൻസ് ട്രോഫി നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.